ഹലോ ഫ്രണ്ട്സ്, വണ്ടി ടൊയോട്ട ഇന്നോവയാണ്. ഇന്നോവ 2008 മോഡൽ വണ്ടി. വണ്ടി ബാംഗ്ലൂരിൽ നിന്ന് വന്നിരിക്കുകയാണ്. വണ്ടി ഏകദേശം 520 കിലോമീറ്ററോളം ഓടിയിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഇത് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ ടൈപ്പ് 4 കൺവേർഷൻ ഉണ്ട്, അതുപോലെ തന്നെ കളർ ചേഞ്ചിങ് ഉണ്ട്. കളർ ചേഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേ കളറിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ടേസ്റ്റിന് നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ പറയുന്ന ആ ഒരു രീതിക്ക് നിൽക്കുന്ന ഒരു കസ്റ്റമർ തന്നെയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഇതിലേക്ക് കളർ കൊണ്ടുവരാൻ സിൽക്കി ഗോൾഡാണ് ഇഷ്ടം. പക്ഷേങ്കിൽ എൻ്റെ ഇഷ്ടം ഏതാണ് ആ ഒരു രീതിക്ക് വന്നിട്ട് എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേ കളർ, ഈ ഇന്നോവയുടെ ഗ്രേ കളർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സാറ് തന്നെ ആ ഒരു വണ്ടി, ഈ വണ്ടി ഗ്രേ കളറിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മൊത്തത്തിൽ സിൽക്കി ഗോൾഡാണ് ആൾക്ക് ഇഷ്ടമെങ്കിലും നമുക്ക് ഗ്രേ ആക്കാനാണ് കസ്റ്റമറുടെ റിക്വസ്റ്റ്. അപ്പോൾ നമുക്കിതിൽ ഗ്രേ ആക്കി കൊടുക്കണം. അതുപോലെ ടൈപ്പ് 4 കൺവേർഷൻ ഉണ്ട്, അതുപോലെ മെക്കാനിക്കൽ വർക്ക് ഒരുപാട് വർക്കുകളുണ്ട്. സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ് കസ്റ്റമർ. എടുത്തിട്ട് നേരെ വീട്ടിലേക്കും കൂടെ കൊണ്ടുപോകാതെ നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്കാണ് വന്നിരിക്കുന്നത്. അത് 520 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് നമുക്ക് വണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളിതിൽ ചെക്ക് ചെയ്തതിൽ മെക്കാനിക്കൽ വർക്കുകൾ ഒരുപാട് ഫോൾട്ടുകളുണ്ട്. അപ്പോൾ ഞാൻ എന്താണെന്നുള്ള കറക്റ്റായിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ സാർ. വാ 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 ആൾ വരാൻ മടിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. A to Z സസ്പെൻഷൻ പാർട്സ് ആണെന്നുണ്ടെങ്കിൽ, എഞ്ചിൻ പാർട്സ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം ചെക്ക് ചെയ്തിട്ട് പക്ക ക്ലിയർ ആക്കി കൊടുക്കണം. വണ്ടിയുടെ കണ്ടീഷൻ ഈ ലെവലിലാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഫൈനൽ വരുമ്പോൾ നമുക്ക് ആകെ ചേഞ്ച് ആയിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രേ കളർ ടൂൺ നമുക്ക് ഈ ഒരു ടൂണിലേക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് കാര്യങ്ങൾ DRL നമുക്ക് കൊടുക്കാനുണ്ട്. ഈ ഒരു മോഡലല്ല വരുന്നത്. നമുക്കത് ഫൈനൽ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയുള്ളൂ. ആദ്യം തന്നെ നമുക്ക് മെക്കാനിക്കൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. മെക്കാനിക്കൽ വർക്ക് നമുക്ക് എഞ്ചിൻ റൂമിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതൊന്ന് മെയിൻ ഓയിൽ ലീക്ക് ഹെവി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ ക്യാം ഓയിൽസിലും ക്രാങ്ക് ഓയിൽസിലും ഒക്കെ നല്ല ലീക്ക് ഉണ്ട്. അതുപോലെ തന്നെ ടൈമിങ് കാര്യങ്ങൾ നമുക്ക് അഴിച്ചു നോക്കണം. അതുപോലെ വണ്ടി എഞ്ചിൻ ഭാഗം ഗുഡ് തന്നെയാണ്. എന്താ വെച്ചാൽ എഞ്ചിൻ പക്ക സ്മൂത്ത് തന്നെയാണ്. റണ്ണിങ് ആണെന്നുണ്ടെങ്കിലും പുള്ളിങ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഓക്കെ തന്നെയാണ്. പക്ഷേങ്കിൽ ചെറിയ ചെറിയ ഫോൾട്ടുകൾ ഇതിനകത്ത് ഉണ്ട്. മെക്കാനിക്കൽ ഫോൾട്ട് ആണെങ്കിലും ശരി, സസ്പെൻഷൻ പാർട്സിലാണെങ്കിലും ശരി, എഞ്ചിൻ്റെ സൈഡാണെങ്കിൽ ശരി, എഞ്ചിൻ ഈ ഇന്റർണൽ പാർട്സിനൊന്നും ബുദ്ധിമുട്ടില്ല. ഈ ചെറിയ ചെറിയ ലീക്ക്, ഗ്യാസ്കറ്റ്, വാൾക്കോർ പാക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ കൂളൻറ്റിൻ്റെ പൈപ്പാണെന്നുണ്ടെങ്കിലും ഈ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അതുപോലെ നമുക്കതൊന്ന് ക്ലിയർ ചെയ്ത് പക്കയാക്കി കൊടുക്കണം. ബാക്കി അണ്ടർ ബോഡി നമുക്ക് ഫുള്ളായി ചെക്ക് ചെയ്തിട്ട് എന്തെല്ലാം പാർട്സ് ഇതിനകത്ത് കംപ്ലൈൻറ്റ് ഉണ്ടെന്നുള്ളതൊന്ന് നോക്കാം. അതുപോലെ തന്നെ ടൈമിങ്ങിൻ്റെ കവർ ഒഴിച്ചിട്ട് ടൈമിംഗ് ബെൽറ്റ് ഏത് ലെവലിലാണ് ഇരിക്കണം നോക്കണം. അത് സാധാ ലോക്കൽ പാർട്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജെനുവിനിറ്റി ആക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ എന്താ ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ ഇതുവരെ വണ്ടി എടുത്തിട്ട് വീട്ടിൽ പോലും കാണിക്കാതെ തന്നെ ഡയറക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാ വർക്കും കഴിഞ്ഞിട്ട് കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്കത് പക്ക ക്ലിയർ ആക്കി ഫിനിഷിംഗ് ആക്കിയിട്ട് ചെയ്തു കൊടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ എഞ്ചിൻ പാർട്സ് കംപ്ലീറ്റ് ചെക്ക് ചെയ്താൽ നമുക്ക് വാൾക്കർ പാക്കിംഗ് അങ്ങനെയുള്ള ചെറിയ ചെറിയ കംപ്ലൈൻ്റ് ആണ് ഇതിനകത്ത് കിട്ടിയത്. ഇപ്പോൾ നമുക്ക് എഞ്ചിൻ പാർട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് വീൽ ബാഗ് ഹെവി ആയിട്ട് പോയിട്ടുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ എന്താ ഇത്രത്തോളം ഷേക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഹെവി ഷേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഹെവി ആയിട്ട് ഷേക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ വീൽ ബാഗ് ഷേക്ക് ആയതുകൊണ്ട് നമുക്ക് സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റോ എൻഡോ കാര്യങ്ങളൊന്നും ഷേക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഈ വീൽ അയച്ചിട്ട് നമുക്ക് സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് അതിൻ്റെ എല്ലാം അയച്ചെടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ ബോൾ ജോയിൻറ്റ് ഷേക്കും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മെയിനായിട്ട് വീൽ ബാഗ് വേണ്ടിയിട്ടുണ്ട്. അതായത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ വലിയ ഷേപ്പൊന്നും അതിന് കിട്ടുന്നില്ല. നമുക്ക് പൊക്കിയിട്ട് അപ്പറാം ബോൾ ജോയിൻറ്റ് ലോവറാം ബോൾ ജോയിൻറ്റ് നമുക്ക് നോക്കാം. എന്താ വെച്ചാൽ ഇന്നോവയെ കൊടുത്തേക്ക് നമുക്ക് അപ്പറാം ബോൾ ജോയിൻറ്റ് ലോവറാം ബോൾ ജോയിൻറ്റ് നമുക്ക് കയ്യിലേക്ക് ഷേക്ക് കിട്ടില്ല. അതുപോലെ തന്നെ ഓടിക്കുമ്പോൾ നമുക്ക് യാതൊരു ബുദ്ധിമുട്ട് അങ്ങനെ ഫീൽ ചെയ്യും. ഇപ്പോൾ വീൽ ബെയറിങ്ങിന് എത്രത്തോളം പോയിട്ടടക്കം നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് കിട്ടിയിട്ടില്ല. ഒരു കലകലപ്പൊരു സൗണ്ട് മാത്രം. എന്താ വെച്ച് കഴിഞ്ഞാൽ റഫ് റോഡിലേക്കൊക്കെ കുണ്ടിൽ കുഴിയിലൊക്കെ ചാടുമ്പോൾ ഒരു കിളിവിരുന്ന ഒരു സൗണ്ട് അല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് തെന്നെ അല്ലാന്നുണ്ടെങ്കിൽ വീൽ ബെയറിങ്ങിന് ഒരു മൂളിച്ച ഒന്നും തന്നെ ഇതിനകത്തില്ല. അതാണ് ഇന്നോവയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. എന്ത് തന്നെ കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഇതിൽ സസ്പെൻഷൻ പാർട്സ് ഒരുപാട് പോയിട്ട് ഞാൻ വഴി കാണിച്ചു തരാം. അതും കൂടെ നോക്കുമ്പോൾ എന്താ പറയുക, നമുക്ക് ഓടിക്കും റഫ് റോഡിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു വിധ ബുദ്ധിമുട്ടും നമുക്ക് ഇതിനകത്ത് അറിയില്ല. സസ്പെൻഷൻ കൂടെ നമുക്ക് നോക്കാം എന്താ കംപ്ലൈൻറ്റ്. അപ്പറാം വോൾട്ടേജ്, ലോവറാം വോൾട്ടേജ്, അതുപോലെ സ്റ്റോപ്പ്, സ്റ്റെബിലിംഗ് അങ്ങനെയുള്ളതാണ് ഇതിനകത്ത് നോക്കാനുള്ളത്. ഇത് ലോവറാം വോൾട്ടേജ് ഹെവിയായിട്ട് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും പോയിട്ടുണ്ട്. നല്ല ഷേക്ക് വോൾട്ടേജിനകത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പറാം വോൾട്ടേജ് ഹെവി അല്ലാന്നുണ്ടെങ്കിൽ ഒരു 25% അതിൽ വീക്ക് ഉണ്ട്. അതിൽ ഷേക്ക് നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡ് വോൾട്ടേജ് ഹെവി ആയിട്ട് ഇതിനകത്ത് പോയിട്ടുണ്ട്.
എക്സ്ട്രാ ബോൾ ജോയിൻറ്റ് അതുപോലെ തന്നെ ഇത് നല്ല കംപ്ലൈൻറ്റ് ഉണ്ട്. നമുക്ക് സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് മാത്രം അയച്ചു വെച്ചിട്ട് നോക്കാം. ഇത്രയും പ്ലേ ഉള്ളതുകൊണ്ട് നമുക്ക് സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് പ്ലേ അതിനനുസരിച്ച് കഴിയുന്നത് കിട്ടുന്നില്ല. പിന്നെ അതുപോലെ ലോവർ ആമിൻ്റെ ബിസ്കിറ്റ് ഈ റൈറ്റ് സൈഡ് ഹെവിയായിട്ട് പൊട്ടുന്നുണ്ടാണ് ഫ്രണ്ട്. ഇതിൽ ചെറിയൊരു ക്രാക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് സസ്പെൻഷൻ പാർട്സിൽ ബിസ്കിറ്റുകൾ കംപ്ലീറ്റ് ഫുള്ളായിട്ട് നമുക്ക് മാറ്റാം. കേട്ടോ. അപ്പോൾ നമുക്ക് ഗിയർ ബോക്സ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലച്ച് കംപ്ലീറ്റും നമുക്ക് മാറ്റണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഹെവി ആയിട്ട് ഹാർഡുണ്ട്. നല്ല പെഡൽ വളർത്തുന്ന നല്ല ഹാർഡുണ്ട്. പക്ഷേ റേസ് ആവുന്ന അതൊന്നുമില്ല, നല്ല ഹാർഡുണ്ട്. അതുകൊണ്ട് ക്ലച്ച് സെറ്റ് മാറ്റണം. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നമുക്കൊരു ഓയിൽ ലീക്ക് ഇതിനകത്ത് വരുന്നുണ്ട് അല്ലേ. ഈ ഓയിൽ ലീക്ക് മെയിൻ മുകളിൽ നിന്നാണ് വരുന്നത്, വാൾക്കാരെന്നാണ് വരുന്നത്. അപ്പോൾ നമുക്കത് മാറ്റിയതിന് ശേഷം ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് നോക്കാം. റിയർ എൻഡ് വെൽസിൽ നമ്മൾ ക്ലച്ച് ഇറക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഫ്ലൈ വീൽ കൂടെ ഇറക്കിയിട്ട് അതിൻ്റെ റിയർ എൻഡ് വെൽസിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കാം. മെയിനായിട്ട് വാൾക്കാർ പാക്കിങ് പോയതിൻ്റെ ലീക്കാണ് ഈ താഴ് വരെ അതിനകത്ത് വന്ന് നിൽക്കുന്നത്. അതുപോലെ തന്നെ എഞ്ചിൻ മൗണ്ട് ഗിയർ ബോക്സ് മൗണ്ട് വണ്ടിക്ക് ചെറിയൊരു വൈബ്രേഷൻ നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നൊരു വൈബ്രേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ബെഡും അതുപോലെ തന്നെ ഗിയർ ബോക്സ് ബെഡും ഇതിന് കൈയോടെ തന്നെ അതിനകത്ത് മാറ്റിവിടാം. പിന്നെ അതുപോലെ സ്റ്റാർ ജോയിൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടും ബാക്കും ഹെവി സൗണ്ട് ഉണ്ട്. ഇതൊരു മെറ്റൽ അടി വരുന്നത് സ്റ്റാർ ജോയിൻറ്റിൻ്റെ കംപ്ലൈൻ്റ് ആണ്. ഏകദേശം 3 സ്റ്റാർ ജോയിൻറ്റ് നമുക്ക് ഇതിനകത്ത് മാറ്റണം. അപ്പോൾ സ്റ്റാർ ജോയിൻറ്റ് 3 മാറ്റണം. പിന്നെ ബാക്കിൽ വരികയാണെന്നുണ്ടെങ്കിൽ 2 ഷോക്കും ഓയിൽ അടിച്ചിട്ടുണ്ട്. ഓയിൽ അടിച്ചതിൻ്റെ ഒരു ഇതാണ് കാണുന്നത് ഇതിനകത്ത്. അപ്പോൾ 2 ഷോക്ക് ഇതിനകത്ത് മാറ്റണം. അതുപോലെ തന്നെ ലാക്ടോട് ബുഷ് നമുക്ക് ഇതിനകത്ത് മാറ്റണം. അപ്പോൾ ഇത്രയും സസ്പെൻഷൻ പാർട്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം കംപ്ലീറ്റ് ഫ്രണ്ടേജും അതുപോലെ ബാക്കും നമുക്കിതിന് മാറ്റിയാൽ തന്നെ വണ്ടി ഒരു കംഫർട്ട് ഉണ്ടാവുള്ളൂ. വണ്ടി ഇപ്പോൾ നേരെ ഓടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ചാടി ചാടിയിട്ടാണ് ഒരു ഫീലിങ്ങിലാണ് ഓടുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി പക്കാ ഗുഡാവും. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിൽ ടയർ കസ്റ്റമർ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ആ ടയർ മാറ്റണം. അതുപോലെ തന്നെ അതിൽ അലോയ് വീൽ കയറ്റണം. എന്നാലും നമുക്ക് ഫൈനൽ സ്റ്റേജ് വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ക്ലാരിറ്റിയും അതുപോലെ തന്നെ വണ്ടി എത്രത്തോളം ആയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഓരോ വർക്കും കസ്റ്റമർ അടുത്ത് പറഞ്ഞിട്ട് അതിൻ്റെ കൊട്ടേഷൻ എടുത്തിട്ട് നമുക്ക് മെക്കാനിക്കൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇന്നോവയുടെ ഏകദേശം വർക്കുകൾ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫൈനൽ പെയിൻറ്റ് മാത്രം അടിക്കാനുണ്ട്. ബാക്കി എല്ലാ വർക്കുകളും ഫിനിഷ് ആയിട്ട് ടിങ്കർ പണി കാര്യങ്ങളും നല്ലോണം പാച്ചും അതുപോലെ തന്നെ ബോഡി കംപ്ലീറ്റും പോയതായിരുന്നു. മൊത്തം പുട്ടിയിലായിരുന്നു വണ്ടി ഓടിക്കൊണ്ടിരുന്നത് തന്നെ. ഡോറിലായാലും ശരി ഇനിയിപ്പോൾ ബോഡിയിലായാലും ശരി മൊത്തം ഭയങ്കര പ്രശ്നമായിരുന്നു. ബോഡി നമുക്ക് ഷേപ്പാക്കാൻ തന്നെ നല്ലൊരു സമയം എടുത്തിട്ടുണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമും കംപ്ലീറ്റ് നമ്മൾ ചെയ്ത് അണ്ടർകോട്ട് പെയിൻറ്റ് കാര്യങ്ങൾ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഭാഗങ്ങളിൽ അണ്ടർ ബോഡിയിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഭാഗങ്ങളിൽ നമുക്ക് നല്ലവണ്ണം പാച്ച് വന്നാൽ എനിക്ക് പാച്ചിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അണ്ടർ ബോഡിയിലാണെന്നുണ്ടെങ്കിൽ ചേസിലാണെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം അത്യാവശ്യം നല്ല റെസ്റ്റ് ഉണ്ടായിരുന്ന വണ്ടിയായിരുന്നു അത്. നമ്മളത് കംപ്ലീറ്റും റീസോൾവ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടൈപ്പ് 4 കൺവേർഷനും ഇതിനകത്ത് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ടൈപ്പ് 2 വണ്ടിയാണ്. ടൈപ്പ് 4 കൺവേർഷനും നമ്മളിത് മാറ്റുന്നുണ്ട്. ഫ്രണ്ട് ബമ്പർ അതുപോലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം അതിനകത്ത് മാറ്റുന്നുണ്ട്. നമ്മളിത് അടിക്കുന്നത് ഒരു ഗ്രേ കളറിലേക്കാണ്, ഗ്രേ ടോണിലേക്കാണ് ഇത് കൊണ്ടുവരുന്നത്. ഏകദേശം ബോഡി വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഒരുപാട് ദിവസം നമുക്ക് ഏകദേശം ഒരു 10-20 ദിവസത്തിൻ്റെ മേലെയെങ്കിലും നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ പുട്ടി വർക്കും കാര്യങ്ങളും എല്ലാം ബോഡി ഷേപ്പാക്കാൻ ഉണ്ടായിരുന്നു ഇതിനകത്ത്. പാച്ച് വർക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മാസത്തോളം പാച്ച് വർക്ക് ഇതിനകത്ത് ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നമ്മൾ തട്ടലും മുട്ടും ചെയ്യുമ്പോഴും അത്രത്തോളം പൊടിഞ്ഞു വരികയാണ്. ഒരുപാട് പുട്ടി കയറ്റിയിട്ടാണ് ആ ഒരു പ്രശ്നം ഇതിനകത്ത് വന്നിരിക്കുന്നത്. സിൽക്കി ഗോൾഡ് വണ്ടിയാണ്. അത് നമ്മൾ നേരെ കൺവേർട്ട് ചെയ്തിട്ട് നേരെ എലിഫൻറ്റ് ഗ്രേയിലേക്കാണ് വരുന്നത്. ഇനിയിപ്പോൾ അണ്ടർ കോട്ടിങ് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ വീലാർച്ച് സൈഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലവണ്ണം അത്യാവശ്യം നല്ല ബാച്ച് ഉണ്ടായിരുന്നതാണ്. അതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. മെക്കാനിക്കൽ വർക്ക് തന്നെ ഏകദേശം നല്ല മെക്കാനിക്കൽ വർക്ക് ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഏകദേശം ഫുള്ള് സസ്പെൻഷൻ വർക്ക് അതുപോലെ തന്നെ ഷോക്ക് കാര്യങ്ങൾ, റിയർ ഷോക്ക് കംപ്ലീറ്റ് A to Z ക്ലച്ച് കാര്യങ്ങൾ കംപ്ലീറ്റ് നമുക്ക് ഇതിൽ ചെയ്യാനുണ്ടായിരുന്നു. കംപ്ലീറ്റും എല്ലാം A to Z വർക്ക് ചെയ്ത് അലൈൻമെൻറ്റ് ചെയ്ത് പക്കാക്കിയിട്ട് തന്നെയാണ് നമ്മൾ ടിങ്കർ വർക്കിന് സ്റ്റാർട്ട് ചെയ്തത്. ബാക്കിലും ഫ്രണ്ടിലും നമ്മൾ സ്കേർട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതിനാണ് ഈ ബാക്ക് ബമ്പർ കട്ട് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ന്യൂ മോഡൽ വരുന്ന ഒരു സ്കേർട്ടാണ് ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നത്. ആ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗം പോർഷൻ കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനകത്ത് കറക്റ്റായിട്ട് സീറ്റിംഗ് ആയിട്ട് വെക്കാൻ പറ്റുള്ളൂ. അതിനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ബോഡി ലൈനായാലും ശരി ബോഡി ഷേപ്പ് ആണെങ്കിലും ശരി കംപ്ലീറ്റും പക്ക ഫിനിഷിംഗ് ആണ്. ഇനിയിപ്പോൾ 1-2 ദിവസത്തിനുള്ളിൽ നമുക്കിത് പെയിൻറ്റിങ് കംപ്ലീറ്റ് ഫിനിഷാക്കി എടുത്ത് നീറ്റാക്കി എടുക്കാൻ പറ്റും. ഇൻറ്റീരിയറിലാണെന്നുണ്ടെങ്കിലും പക്ക ഫിനിഷിങ്ങിലായിരിക്കും വരുന്നത്. അതിനിപ്പോൾ എന്തായാലും അടുത്ത് തന്നെ ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാ വർക്കും ഏകദേശം ഫിനിഷ് ചെയ്ത് നമ്മൾ അടുത്ത
അടുത്തൊരു വീഡിയോ ഫൈനൽ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ ഈ ഒരു സ്റ്റേജ് വരെയുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് തന്നെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനൽ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് A to Z നമ്മൾ ചെയ്യുന്ന ഓരോ സീറ്റിൻ്റെ ആണെന്നുണ്ടെങ്കിൽ എല്ലാം വർക്ക് കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഡോർ പാഡ് ആണെങ്കിലും കാര്യങ്ങളും എല്ലാം ഇൻറ്റീരിയർ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു പക്ക റീസ്റ്റോറേഷൻ വണ്ടിയാണിത് A to Z. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോളീസൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഇന്നോവ റീസ്റ്റോറേഷൻ. എന്താ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വർക്ക് ഉണ്ടായിരുന്നു. ഏകദേശം വന്നിട്ട് കസ്റ്റമർ വന്നിട്ട് തന്നെ ഏകദേശം ഒരു 7 മാസത്തോളം ആയി വണ്ടി കൊണ്ട് വിട്ടിട്ട്. നമ്മൾ 3 മാസമാണ് 2.5 to 3 മാസമാണ് സാർ അടുത്ത് സമയം പറഞ്ഞത്. ബാംഗ്ലൂരിൽ നിന്നാണ് വന്നത് വണ്ടി തന്നെ നമുക്ക് വർക്കിന് വന്നത്. എല്ലാം ഫിനിഷ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല സമയമായി. 7 മാസത്തോളമായി വണ്ടി ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യാനായിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് 3 മാസം കൊണ്ട് പറഞ്ഞത് നമുക്ക് നല്ലോണം ഡിലേ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റീരിയർ ആണെങ്കിലും ശരി എക്സ്റ്റീരിയർ ആണെങ്കിലും ശരി എല്ലാം ഫുള്ളി റീസ്റ്റോറാണ്. വണ്ടി റീസ്റ്റോറേഷൻ ചെയ്തിട്ടാണ് വണ്ടി ഇറങ്ങുന്നത്. വണ്ടി നമുക്ക് ഇനി അടുത്ത സ്റ്റേജ് ഞാൻ പറയാതെ തന്നെ എല്ലാം കാണിച്ചു തരാം. വേറൊരു ലെവലിലേക്കാണ് വണ്ടി മാറാൻ പോകുന്നത് തന്നെ. കാണുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം ഫിനിഷ് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ ഉള്ള ഒരു ലെവൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ലെവലിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് നേരെ സിൽക്കി ഗോൾഡിലായിരുന്നു വണ്ടി. അത് നമ്മളെ ഇത് മെക്കാനിക്കൽ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏത് രീതിയിലായിരുന്നു വണ്ടി വന്നതെന്നുള്ളത്. ഇനിയിപ്പോൾ ഫൈനലിൽ നമുക്ക് എല്ലാ വർക്കും കഴിഞ്ഞിട്ട് ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണെന്നുള്ളത്. നമുക്ക് ഈ ഒരു ബോഡി ഷേപ്പിലേക്ക് എടുക്കാൻ തന്നെ ഒരുപാട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹായിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നിങ്ങളുടെ വണ്ടി എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരുമ്പോൾ അത് നിങ്ങൾ നിന്ന് ചെയ്യുന്നത് പോലെ അതുപോലെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് ചെയ്യുന്നത്. ഒരു എവിടെയെങ്കിലും ഒരു മൈന്യൂട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും അത് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് പഴയ വണ്ടികളാകുമ്പോൾ നമുക്ക് കോളീസിനൊക്കെ പഴയ വണ്ടികളാകുമ്പോൾ പല ഇലക്ട്രിക് പരമായിട്ടും ബൈക്കുള്ള പരമായിട്ടും ചെറിയ ഫോൾട്ടുകളൊക്കെ മിസ്റ്റേക്കുകളൊക്കെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയിൽ വരാറുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പവർ വിൻഡോ അങ്ങനെയൊക്കെ പഴയ വണ്ടി ഇവിടെ നിന്നൊക്കെ വർക്കിംഗ് ആയിട്ടായിരിക്കും പോകുന്നത്. പക്ഷേങ്കിൽ ചെറിയ ഫോൾട്ടുകൾ വരുന്നത്. അതുമല്ല ഇതിൽ എന്ത് തന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പക്ക കെയർ ചെയ്ത് നോക്കി ബോഡി ആണെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തായാലും ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വരും. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ പക്ക മനസ്സിലാവും എത്രത്തോളം ഇതിന് ഒരു പഴയ വണ്ടി എടുത്തിട്ട് നമുക്ക് റീസ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എഫേർട്ട് ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു എഫേർട്ടാണ്. അത് അനുഭവിച്ചാൽ മാത്രമേ അറിയുള്ളൂ. ഇതിപ്പോൾ നമ്മൾ 2 മാസം 3 മാസം പറയണത് ഒരുപാട് മാസങ്ങൾ ആവുന്നുണ്ട്. അതിൻ്റെ ഡബിളാണ് ആവുന്നത്. 3 മാസം പറയുന്ന വണ്ടി 6 മാസമായിട്ടാണ് നമ്മൾ ഡെലിവറി കൊടുക്കുന്നത്. അത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടി നമ്മൾ ചെയ്ത് വരുമ്പോൾ തന്നെ നല്ലവണ്ണം അതിന് റിസ്ക് ഉണ്ട്. അത് ഓരോരോ ഷേപ്പിലേക്ക് കൊണ്ടുവരികയാണെന്ന് തന്നെ നമുക്ക് നല്ലവണ്ണം പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ആ സമയം ഡിലേ വരുന്നത്. എല്ലാവരും സഹകരിക്കുന്നുണ്ട് എല്ലാവരും. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഇനി ഒരാഴ്ചൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം. ഇതിൻ്റെ A to Z വർക്ക് കഴിഞ്ഞിട്ടുള്ള വീഡിയോ കറക്റ്റായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഇപ്പോൾ നമ്മുടെ ഇന്നോവ നിൽക്കുന്നത്. ഇനി ഇപ്പോൾ അടുത്ത സ്റ്റേജ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.